പ്രൊഡ്യൂസർ അഞ്ജു ജോസഫ് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് അല്ല, എന്റെ എല്ലാ പണ്ട് പ്രൊഡ്യൂസർ ഞാൻ തന്നെ. ഒറ്റ ടേക്കേ ഉള്ളൂ, പോയാ പോയി. പാട്ടുകാരിയാവാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല, സത്യമാണ്. എന്നെ കാണുന്നത് തന്നെ ഒരു എന്താ പറയാ, സ്കൂളിലേക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ട്. ഞാനീ നമുക്ക് വരയിലോ ഫെയ്റ്റിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ലക്കൊരു മേജർ ഫാക്ടറാണ്. എന്നെ കൊന്നാലും ഞാൻ പോവില്ല, കാരണം അത്രയും ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. തീയെ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഓഡിയൻസിന്റെ മുന്നിലോട്ട് വിടുമ്പോൾ റിയാലിറ്റി സാധനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീരെ കുഞ്ഞു മക്കൾ വരുമ്പോൾ എപ്പോഴും നമ്മുടെ തലയിൽ കൂടെ പറയുമ്പോൾ ഇവരുടെ ചൈൽഡ്ഹുഡ് പോവാണല്ലോ, ഇവർ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണല്ലോ ഇത്, ദേ ഷുഡ് എൻജോയ് ലൈഫ്. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പാടി പൈസ ഉണ്ടാക്കുക, പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, പാടി പൈസ ഉണ്ടാക്കുക, പാട്ടിൽ തന്നെ ഇറക്കുക, ഇങ്ങനെ തന്നെയാണ്. മ്യൂസിഷ്യൻ മാത്രമായിട്ടല്ല, നമ്മൾ എൻ്റർടൈനർ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് സ്റ്റേജിൽ. പണ്ടത്തെ പോലെ സിംഗർ മാത്രം എന്നുള്ള രീതിയിൽ പെർഫോമർ എന്നാണ്. അതെ, ലൈവില് പെർഫോമറാണ്. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഹൃദ്യമായ പുഞ്ചിരിയോടുകൂടി കുറച്ചധികം നല്ല പാട്ടുകൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച അഞ്ജു ജോസഫാണ് ഇന്ന് എന്നോടൊപ്പം ചേർന്നത്. സ്വാഗതം. താങ്ക് യു ചേച്ചി, താങ്ക് യു. അഞ്ജു, തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ ഇന്റർവ്യൂ ഞാൻ പിടിച്ചു വെച്ച് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ അഞ്ജു? വൈറൽ ഫീവർ ആണ്. അതെ, അത്രയും ആത്മാർത്ഥം ഉണ്ട് കേട്ടോ. വൈറൽ ഫീവർ ആയിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചതിന് ആദ്യം തന്നെ നന്ദി. ഞാൻ ചോദിക്കട്ടെ അഞ്ജു, ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട് പാട്ടുകാരിയാവാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല, സത്യമാണ്? സത്യമാണ്. അതെന്താ അങ്ങനെ? എനിക്ക് കുഞ്ഞിലേ തൊട്ട് അങ്ങനെ പാടാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു ആളല്ലായിരുന്നു. പാടുമായിരുന്നു. ഇപ്പൊ നമുക്ക് ടാലന്റ് ഉണ്ടാവുന്ന ഒരു കാര്യം, നമുക്കത് ഇഷ്ടപ്പെടുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കുഞ്ഞിലെ പാടാൻ. മെയിൻലി ബിക്കോസ് നമ്മൾ പാട്ടുകാരാകുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമല്ലോ. ഇപ്പോൾ കൊച്ചിലെ അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, ബാക്കി എല്ലാവരെയും സ്കൂളിൽ എന്താ PT പീരീഡൊക്കെ കളിക്കാനൊക്കെ വിടുമ്പോൾ എന്നെ വിടത്തില്ല. കാരണം എല്ലാ ആഴ്ചയും കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം എന്നെ കാണുന്നത് തന്നെ ഒരു എന്താ പറയുക, സ്കൂളിലേക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പോൾ പണ്ടത്തെ ഇപ്പോഴൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് യുവജനോത്സവങ്ങൾ മാത്രമല്ല, KCSL, DCL, ബാലജനസഖ്യം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും മത്സരിക്കാൻ വിടും. അപ്പം മിക്ക ആഴ്ചയും മത്സരമാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ കാണും. അപ്പോൾ ഒന്ന് ഗെയിംസിൽ ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല, ഡാൻസ് കളിക്കാൻ സമ്മതിക്കില്ല, വേർത്താൽ തലനീര് ഇറങ്ങും, ഐസ്ക്രീം, സ്വീറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കാൻ മാഷ്മാരുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് പങ്കെടുക്കാം. അന്നൊക്കെ കലാതിലകം മേടിക്കുക എന്നൊക്കെ പറയുന്ന വലിയ ഞാനങ്ങനെ ഡാൻസ് ചെയ്യത്തില്ലാത്ത ആളായിരുന്നത് കൊണ്ട് നമുക്ക് മറ്റേ വേറെ ഐറ്റംസ് ആയിരിക്കും, സംസ്കൃത പദ്യം, തമിഴ് പദ്യം, അങ്ങനത്തെ കുറേ കഥകളി പദം, ഇങ്ങനത്തെ ഐറ്റംസിൽ മത്സരിച്ചാലേ കലാതിലകം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് ഞാൻ 4 മണിക്കായിരുന്നെങ്കിൽ 4 മണി തൊട്ട് സാറുമാർ റെഡിയാണ് വീട്ടിൽ പഠിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ പാട്ടിനോടുള്ള എന്തെങ്കിലും പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പോയത് ഇതുകൊണ്ട്, ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഏജ് എത്തിക്കഴിയുമ്പോഴല്ലേ നമ്മൾ റിയലൈസ് ചെയ്യുക. ചിലർക്ക് അതിന് മുന്നേ ഉണ്ടാകും. എനിക്ക് വളരെ ലേറ്റായിട്ടാണ് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒരു ഇത്രയും കുറച്ച് ആളുകൾക്ക് കിട്ടുന്നൊരു കഴിവാണ്. അത് നമ്മൾ ഇത്രയും നാളും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം. അന്ന് ഞാൻ പാട്ട് പഠിക്കാത്തതും, ഞാൻ പാട്ട് പഠിച്ചിരുന്നു, അത് ഈ കോമ്പറ്റീഷൻ ബേസിസിൽ മാത്രമാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പറച്ചിലിൽ ഒരു 10 കൊല്ലത്തോളം ഞാൻ കർണാട്ടിക് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ CCRTയുടെ നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മറ്റേ എന്താ പറയുക, പുട്ടൂത്തിക്കകത്ത് ഇതിങ്ങനെ നിറച്ചിട്ട് കുത്തിയിടുമ്പോൾ ഉള്ള സംഭവമായിരുന്നു. പക്ഷെ ഇത് സ്നേഹിച്ചതിനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള വ്യത്യാസവും മറ്റതും തമ്മിൽ ആനയാടുമ്പോഴത്തെ വ്യത്യാസം എനിക്ക് തോന്നുന്നു. മറ്റേ ശ്വേത മോഹൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പണ്ടൊന്നും ശ്വേതയ്ക്ക് പാട്ട് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല അത്രേ. ചേച്ചി നമ്മളെല്ലാവരും വിചാരിക്കില്ലല്ലോ പാട്ടുകാരുടെ മക്കളെന്ന്. അപ്പോൾ എത്രയോ കഴിഞ്ഞിട്ടാണ് ബിന്നി ചേച്ചിയുടെ അടുത്തേക്ക് പഠിക്കണം എന്ന്, എനിക്കൊന്ന് 12th എന്തോ ആയപ്പോഴാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിധി എന്ന് പറയുന്നത് എന്നായാലും അത് പുറത്തേക്ക് തന്നെ വരിക ചെയ്യും. ഇപ്പം ഞാനീ നമുക്ക് വരയിലോ ഫെയ്റ്റിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്.
അപ്പോൾ വരാനുള്ളതാണെങ്കിൽ വരും. അതെ, വന്നിരിക്കും. അതെ അതെ. അപ്പം അങ്ങനെ പാട്ടുകാരി ആവാൻ ആഗ്രഹം ഇല്ലാതിരുന്ന ഒരാൾ ഇന്ന് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇതൊരു 15 വർഷത്തിൽ അല്ലെ അതെ ആകുന്നു. എങ്ങനെ നോക്കി കാണുന്നു ആ ഒരു സമയങ്ങൾ? ഐ ആം എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ജേർണി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു ജേർണി അല്ല ഇത്. ഇങ്ങനെയൊക്കെ ആകും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഒരു വളരെ സ്മോൾ ടൗണിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ആനക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് അവിടെ ഒരു പാട്ട് കട പോലും അന്ന് വലിയ കാര്യമായിട്ടില്ല. അന്ന് CD ഒന്നുമല്ല, കാസറ്റ്സ് ആണ്. അതിൻ്റെ കടകളൊക്കെ തന്നെ ഒരെണ്ണമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ അമ്മയും ഞാനും കൂടെ ബസ്സിൽ കയറി വലിഞ്ഞ് തൂങ്ങി പാലായിലെത്തി. അവിടെ നിന്ന് ഈ നമ്മൾ ഒരു കാസറ്റ് കൊണ്ടുപോയി അവിടുത്തെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇത് റെക്കോർഡ് ചെയ്ത് മേടിച്ച് ഇങ്ങനെയൊക്കെ വന്ന് ആ പാട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അത്രയും കുഞ്ഞൊരു ടൗണിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. ടൗൺ എന്ന് പോലും പറയാൻ പറ്റില്ല, വില്ലേജ്, പ്രോപ്പർ വില്ലേജ് എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി കുറച്ചും കൂടെ ടൗൺ, ആനക്കല്ല് കുറച്ചും കൂടെ കുഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. എനിക്ക് എപ്പോഴും തിരിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള, ഫൈനലി നമ്മൾ ഹോം എന്ന് ഫീൽ ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സുപ്രഭാതത്തിൽ റിയാലിറ്റി ഷോയിൽ മത്സരിക്കുക, അതും ഇവിടെ അറിയുമോന്ന് അറിയില്ല, ഞാൻ കൈരളിയിലാണ് സെക്കൻഡ് റണ്ണറായിരുന്നു. അറിയാതിരിക്കോ? കാരണം നമ്മള് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും നമ്മൾ ഒരാളിലേക്ക് എത്തുമ്പോ എന്തായാലും എനിക്കറിയാം കൈരളിയിലായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ 11th എന്തോ പഠിക്കുക. 12th പഠിക്കുമ്പോൾ മറ്റൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസ് മറ്റൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. പിന്നെയാണ് സ്റ്റാർ സിംഗർ വരുന്നത്. അതാണ് ടേണിംഗ് പോയിന്റ്. അതെ അതെ, അഞ്ജു ജോസഫ് എന്ന് പറയുന്ന ഒരു ഗായികയെ നമ്മൾ അല്ലെ മലയാളികളിലേക്ക് എത്തിക്കുന്നത് റിയാലിറ്റി ഷോ. എനിക്ക് എന്നിലെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതും ആ റിയാലിറ്റി ഷോ ആണ്. അതുവരെ നമുക്ക് അത്ര വലിയ തൊലിക്കെട്ടിയൊന്നും ഇല്ല. നമ്മൾ ഭയങ്കര ഞാനൊന്നും ഒട്ടും സംസാരിക്കുന്ന ആളായിരുന്നില്ല. അപ്പം അവിടെ നിന്ന് ആ വ്യത്യാസം വരുത്തിയത് നമ്മുടെ പാട്ടുകളിലെ തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. ആദ്യമൊക്കെ നമുക്ക് തിരിച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്തായിരിക്കും നിൽക്കുക. ഇല്ല, എൻ്റെ പാട്ട് സൂപ്പറാണല്ലോ എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ ജഡ്ജസ് എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ആയിരിക്കും തോന്നുന്നത്. പിന്നെ നമ്മൾ കേട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ നമ്മൾ തിരുത്തേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊന്നും ജീവിതത്തിൽ അന്ന് വിചാരിച്ചിട്ടേ ഇല്ല ലോകം മൊത്തം കറങ്ങി നടന്ന് പാടാൻ പറ്റും, ആൾക്കാർ നമ്മളെ പാടാൻ വിളിക്കും. പിന്നെ ഇത്രയും സ്നേഹം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടൊരു 15 കൊല്ലത്തിന് മുകളിലായി. ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അഞ്ജു റിയാലിറ്റി ഷോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം റിയാലിറ്റി ഷോ എന്ന് പറയുന്നതിനെ പലതരത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കതറിയാം. എങ്കിൽ കൂടി ആ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ, അതിൻ്റെതായ ഒരു പ്രഷർ നിങ്ങൾക്കുണ്ടാവും. കാരണം മാർക്ക്, കോസ്റ്റ്യൂംസ് അല്ലെ, അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇങ്ങനത്തെ ഷോകൾ അവരെ ഒരു മോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവ് സൈഡ് ഉണ്ടാവുമല്ലോ? 2 സൈഡും ഉണ്ട് ഇതിനകത്ത്. കാരണം ചിലര് നമ്മൾ കണ്ടിട്ടേ ഇല്ല, വിൻ ചെയ്ത പലരും ഇപ്പം നിങ്ങളുടെ ഇപ്പം പറഞ്ഞ റിയാലിറ്റി ഷോകളിൽ തന്നെ വിൻ ചെയ്ത പലരെയും ഇന്ന് നമുക്ക് കാണാനേ പറ്റും. നിങ്ങളെ പോലെ കുറച്ചു പേരായിരിക്കും മുന്നിലേക്ക് എത്തിപ്പെടുക. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു ലക്ക് ഒരു മേജർ ഫാക്ടറാണ്. ഇപ്പോൾ എന്നെക്കാട്ടിലും അതിഭീകരമായിട്ട് പാടുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്നവരുണ്ടാവുമായിരിക്കാം. അതൊരു ഫാക്ട് തന്നെയാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ലക്ക് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. റിയാലിറ്റി ഷോയിൽ മത്സരിച്ചിരുന്ന സമയത്ത് എനിക്ക് എന്നെ ഇപ്പോൾ ഒരു അവസരം തന്നിട്ട് എന്നെ ഇച്ചിരി റീവൈൻഡ് അടിച്ചിട്ട് യങ്ങർ സെൽഫിനോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ പോവില്ല. കാരണം അത്രയും ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന കാര്യം, ആ റിയാലിറ്റി ഷോയിൽ സ്റ്റാർ സിംഗറിൽ ഏറ്റവും കൂടുതൽ തവണ എലിമിനേഷനിൽ നിന്ന ആളാണ് ഞാൻ. 9 തവണ ഞാൻ നിന്നിട്ടുണ്ട്. ഓരോ സമയത്ത് ഒരു പ്രഷറാ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളല്ലായിരുന്നു അന്നത്തെ പ്രായത്തിൽ. അത് ടൂ മച്ച് ആയിരുന്നു. ഞാൻ ഇപ്പൊ ഓർക്കും. ഇപ്പൊ ഞാനും ശ്രീനാഥേട്ടനും ഭയങ്കര കൂട്ടാ. അപ്പൊ ഞാൻ ശ്രീനാഥേട്ടൻ പറയും, എങ്ങനെയാണാവോ നമ്മളൊക്കെ അന്നക്കാലത്ത് ഈ പ്രഷറും അനുഭവിച്ച് നിന്നതെന്ന് നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സംഭവങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പഠിച്ചു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റത് നമ്മൾ ആ സ്റ്റുഡിയോൻ്റെ 4 ചുവരിനകത്ത് നിന്നിട്ടാണ് നമ്മൾ പാടുന്നത്. നമ്മൾ റിയൽ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നില്ല. ഇത് നമുക്കുള്ളൊരു പ്രിപ്പറേഷനാണ്. അതായത് നമ്മൾ മറ്റേ തീയെ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് വിടുമ്പോൾ റിയാലിറ്റി സാധനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ
പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് ക്വിക്കായിട്ട് കിട്ടുന്ന ഒരു ഫെയിമാണ്. അത് തലയിൽ കയറിയാൽ പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം എന്താ ഇപ്പോഴും ഫീൽഡിൽ ഇല്ലാത്തവർ അങ്ങനെ കയറിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു മേജർ പ്രശ്നം തന്നെയാണ്. അത് പല ഫെല്ലോ കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ പറയത്തില്ല, കാരണം അവരുമായിട്ട് നമ്മൾ ഷോസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. പിന്നീട് വന്നിരിക്കുന്നതിൽ കുറേ നമ്മൾ ഓർക്കാറുണ്ട്, ദൈവമേ ഇത്രയും കുഞ്ഞിലെ ഈ പിള്ളേർക്ക് ഈ ഫെയിം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ് എന്നുള്ളൊരു സാധനം ഉണ്ട്. എങ്ങനെ സംസാരിക്കണം, അവരുടെ ആ ചൈൽഡ്ഹുഡ് അങ്ങ് പോകുവാണല്ലോ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു 18 വയസ്സിലാണ് റിയാലിറ്റി ഷോയിൽ വരുന്നത്. എനിക്കൊന്നും ഞാനും ശ്രീനാഥേട്ടനും ഒക്കെ 18-19 വയസ്സിലായിരിക്കും റിയാലിറ്റി ഷോയിൽ വന്നത്. അപ്പോൾ തീരെ കുഞ്ഞു മക്കൾ വരുമ്പോൾ എപ്പോഴും നമ്മുടെ തലയിൽ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ചൈൽഡ്ഹുഡ് പോവുകയാണല്ലോ, ഇവർ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണല്ലോ ഇത്, ദേ ഷുഡ് എൻജോയ് ലൈഫ്. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അല്ല, ആ തോന്നൽ വളരെ സത്യമാണെന്ന്, കാരണം അഞ്ജു തന്നെ തൊട്ട് മുന്നേ പറഞ്ഞു അത് റീവൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പം എത്രത്തോളമാണ് അതില്ലേ നമുക്കത് പ്രഷർ ദേ ഗോ ത്രൂ, ഇതെല്ലാം കൂടെ ഓർക്കുമ്പോഴേ. അപ്പം ഇപ്പം അഞ്ജു തന്നെ പങ്കെടുത്ത റിയാലിറ്റി ഷോയുടെ ഏറ്റവും ഇപ്പം അവസാനിച്ച സീസണിനെ കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക വിവാദങ്ങളിലേക്ക് വന്നിരുന്നല്ലോ. അതായത് ഇപ്പം വീണ്ടും റീഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വന്നിരുന്നു. അതായത് പാട്ടുപാടി വെച്ചിട്ട് വീണ്ടും വിഷ്വൽ, അപ്പോൾ അവർ അണിയറ പ്രവർത്തകർ പറയുണ്ടായി വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി അത് ചെയ്യുന്നതാണ്, പലപ്പോഴും നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ആ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ കാലത്തിൽ ഒറ്റ ടേക്കേ ഉള്ളൂ, പോയാ പോയി കഴിഞ്ഞു. അപ്പോൾ അത് അന്ത സമയത്ത് ഞങ്ങളുടെ സീസണിൽ, എനിക്ക് എൻ്റെ സീസണിനെ പറ്റിയല്ലേ പറയാൻ പറ്റും. എൻ്റെ സീസണിൽ ജോബി ജോൺ ആയിരുന്നു വിന്നർ. അപ്പോൾ ജോബി ചേട്ടൻ ഇതുപോലൊരു പാട്ട് പുള്ളി സ്റ്റേജിൽ വെച്ചിട്ട്, രണ്ടാമതൊരു ടേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആട്ടോ. പുള്ളി ഒരു പാട്ട് ഇടയ്ക്ക് വെച്ചിട്ട് മറന്നു പോകുന്നതോ ചെയ്തു, ലിറിക്സ് മറന്നുപോയി, പിന്നെ പുള്ളി പാടിയില്ല. പുള്ളി എലിമിനേഷനിലൊക്കെ ആയി. അത് ഭയങ്കര മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരാൾക്കും കൂടെ പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് ശിഖയ്ക്കാന്ന് തോന്നുന്നു ഞങ്ങളുടെ സീസണിൽ പാട്ട് പറഞ്ഞു. അങ്ങനെയാണ് ശിഖ ഔട്ടായി പോകുന്നത്, കാരണം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മാർക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. SMS ഇതും എല്ലാം കൂടെ അന്നത്തെ വോട്ടിംഗ് ഫോമാറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നോക്കിയിട്ടല്ലേ ഈ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ തന്നെ വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ഞാനത് എടുത്തു പറയാണ്. വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ഒന്നുകൂടി എടുത്തപ്പോൾ ചെറിയ എന്തോ ഹെയർ മാറോ അങ്ങനെ എന്തോ, അത് ഭയങ്കര കുറച്ചും കൂടെ വിഷ്വലി ഒക്കെ ആൾക്കാർ നോക്കുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ പാടുന്നത് ഒരു പ്രാവശ്യം തന്നെയല്ലേ, പാടുന്നത് ഒരു പ്രാവശ്യം തന്നെ പാടുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി രണ്ടാമതൊരു എടുപ്പൊന്നും ഇല്ല. അന്ന് തിരുത്തി തന്നതിൽ അഞ്ജു ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? കാരണം ഇപ്പൊ പറഞ്ഞല്ലോ 9 പ്രാവശ്യം എലിമിനേഷൻ വന്ന ആളായത്, എന്തായിരിക്കും? എനിക്കൊരു രീതി ഉണ്ടായിരുന്നു ഞാൻ പാടുന്നതില്. എൻ്റെ പാട്ടിൽ എപ്പോഴും ഒരു പിണക്കം ഫീൽ ചെയ്യുമായിരുന്നു, ഇമോഷണലി ഒരു പിണക്കം ഫീൽ ചെയ്യുമായിരുന്നു. അത് ഞാൻ എന്തോ ഒരു പ്രത്യേക രീതിയിൽ വെക്കുന്നതിന്റെ പ്രശ്നമായിരുന്നു. അത് ചിത്ര ചേച്ചി തിരുത്തി തന്നത്, അതൊരു മേജർ ചേഞ്ച് ആയിരുന്നു വരുത്തിയത്. പക്ഷെ അത് അന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്കിത് എങ്ങനെ തിരുത്തേണ്ടതെന്ന് അറിയില്ല. ചേച്ചി പലതും പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് വർക്കൗട്ടായില്ല, ചെയ്തൊന്നും നോക്കിയിട്ട് വർക്കൗട്ടായില്ല. പിന്നെ ഒരു പ്രോപ്പർ വോക്കൽ ട്രെയിനറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയും ഈ സെയിം പ്രശ്നം പറഞ്ഞു. പുള്ളി പറഞ്ഞത് അഞ്ജുവിൻ്റെ വായിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ അതിനുള്ള എക്സസൈസും കാര്യങ്ങളും തന്നിട്ട് പ്രോപ്പറായിട്ട് വവൽസും ഇതുമെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇറ്റ് ഗോട്ട് ബെറ്റർ. സോ ആക്ച്വലി ഒരു മേജർ അത് കണ്ടുപിടിച്ച ചിത്രചേച്ചിയെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ പറയണം. ആ സമയത്ത് ചിത്രചേച്ചി വളയൊക്കെ ഒരു തന്നിരുന്നു, ആ വള ഇപ്പോഴും ഉണ്ടോ? പിന്നെ പൊന്നുപോലെ പോയിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇപ്പൊ ബാങ്ക് ലോക്കറിലായിരിക്കും വെച്ചിരിക്കുന്നത്. അല്ല, രണ്ടുപേർക്കും തന്നു അല്ലെ, ശിഖയ്ക്കും. എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷത്തെ എങ്ങനെ ഓർക്കുന്നു? അയ്യോ, അതൊക്കെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോ ചരിത്രത്തില് ആരാ തരുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണണം എന്ന് വിചാരിക്കുന്ന, നമ്മള് ദൈവത്തെ പോലെ കാണുന്ന ഒരാൾ. ഇപ്പൊ ബാക്കി ഇഷ്ടംപോലെ കുറേ സിംഗേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്തോ ചിത്ര ചേച്ചിയുടെ അടുത്തൊരു എക്സ്ട്രാ സംഭവം ഉണ്ട്, നമ്മുടേതാന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ലതാജി എന്നെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആളാണ്. പക്ഷെ മേ ബി
നോർത്ത് ഇന്ത്യ എന്നുള്ള ഒരാളായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരാളെന്ന് തോന്നുന്ന ചിത്ര ചേച്ചിനെയാ. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കും വിഷമമാണ്, അങ്ങനെ ഉള്ളൊരിതല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ചിത്ര ചേച്ചി വളയൂരി തരിക എന്നൊക്കെ പറഞ്ഞാൽ അന്നും ഇതുപോലെ തന്നെ എലിമിനേഷനിലായിരുന്നു ഞാനും ശിഖ കൂടെ പാടിയത് ശിഖ എലിമിനേഷനിലില്ല, ഞാനാണ് എലിമിനേഷനുള്ളത്. അപ്പം ഗ്രൂപ്പ് പെയർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഇന്ന ആൾ ഔട്ടായാൽ താൻ ഇന്ന ആളുടെ കൂടെ പാടേണ്ടതെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മുടെ കാലഘട്ടത്തിൽ എലിമിനേഷൻ വെച്ചിട്ടാണ് ഇത് ഒരു സ്കെഡ്യൂൾ തുടങ്ങുന്നത്. ഇപ്പൊ ഫസ്റ്റ് എലിമിനേഷൻ ആണ്. എലിമിനേഷൻ കഴിഞ്ഞ് രാവിലെ എലിമിനേഷൻ നടത്തും. ഔട്ടായി കഴിഞ്ഞവരെ പിന്നെ പാടിക്കേണ്ട ആവശ്യമില്ല, അവരെ ബാക്കിയുള്ളവർ എന്നിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ശിഖയോട് പറയുന്നുണ്ട്, എടി നീ പഠിച്ചോ കേട്ടാ, ഞാൻ പഠിച്ചിട്ടില്ല ഇത്, കാരണം എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ഔട്ടാവും എന്നുള്ളത്. അപ്പോൾ നീ മറ്റേ പാട്ട് പഠിച്ചോ, ഈ പാട്ട് പഠിക്കണ്ട. പാടുന്ന പാട്ട് പഠിക്കണ്ട. അതായത് ശിഖയ്ക്ക് 2 പേരിന് തരും നമുക്ക്. ഞാൻ എങ്ങാനും ഔട്ടായി പോയെങ്കിൽ വേറെ, അപ്പൊ ഞാൻ നീ ആ പാട്ട് നോക്കിയാൽ മതി, ഇത് നോക്കണ്ടേ, ഞാൻ കേറത്തേ ഇല്ലെന്ന്. അന്ന് ബൈ ചാൻസ് ഞാൻ ഇന്നായിപ്പോയി പാടിയ സംഭവം. എനിക്ക് എലിമിനേഷനിൽ നിൽക്കുമ്പോൾ എന്താന്നില്ല, ടെൻഷൻ മൂത്തിട്ടാണോ എന്തോ ഒരു സാധനം വർക്കൗട്ടായിട്ട്, പിന്നെ ഈ വരെയായിരിക്കും, ലക്കൊരു ഫാക്ടറാണ്, അതുകൊണ്ടായിരിക്കാം അന്ന് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാധാരണ ആൾക്കാർ എലിമിനേഷനിൽ നിന്ന് കയറുമ്പോൾ എന്തൊരു സന്തോഷം എന്നല്ലേ. ഞാൻ എൻ്റെ ദൈവമേ പാട്ട് തുടങ്ങിയല്ലോ, പാട്ട് പഠിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ട്, ഞങ്ങൾ പാടുന്ന പാട്ടാണെങ്കിൽ ചന്തം കാളിന്തി എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പെശക് പാട്ടാ. അത് അത് ഇപ്പം ഞാൻ പാട്ട് പഠിക്കണ വേണു സാറിൻ്റെ അടുത്താ. സാറിൻ്റെ പാട്ടല്ലേ അത്? ഹിന്ദുസ്ഥാനി പഠിക്കുന്ന ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് സാറിന് കൊടുക്കാം. പെശക് പാട്ടാ. അപ്പൊ സാറിന് ഞങ്ങള് അപ്പൊ അന്ന് ഈ സ്വരം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യൂട്യൂബിൽ നമുക്ക് സ്ലോ ഇട്ടിട്ട് സ്പീഡ് കുറയ്ക്കുന്ന പരിപാടിയൊന്നും അറിയില്ല. അതില്ലോ ഉണ്ടോ നമുക്ക് ഇല്ലായിരിക്കും. ആ ഫോണൊന്നും മറ്റേ ഇതുപോലും ഇല്ലല്ലോ, ഈ ഞെക്കുന്ന ഫോണേ ഉള്ളൂ അന്ന്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയോ വേണി സാറിൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഈ സ്വരം എഴുതി എടുക്കണമല്ലോ, പാതിരാത്രി സാറിനെ വിളിച്ചിരിക്കുക, ഹലോ സാർ ഇത് എങ്ങനെയെങ്കിലും സാർ ഇതൊന്ന് പറഞ്ഞത്. അപ്പോൾ സാർ പറഞ്ഞൊക്കെ തന്നു കേട്ടോ. അന്നും ഇന്നും ഒരേപോലെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും രാത്രി വിളിച്ചു റാൻഡമായിട്ട് വിളിച്ചതാ സാറിനെ. അപ്പോൾ സാർ ഇത് എഴുതി തന്നിട്ട് പറഞ്ഞു, മക്കളെ ഇത് ഇച്ചിരി പണി പാട്ടാണ്, രണ്ടുപേരും ഏതായാലും തകർക്കെന്നൊക്കെ പറഞ്ഞു കിട്ടും. അപ്പോൾ ഞാനും ശിഖ, എടി ഞാൻ തെറ്റിച്ച നീ എന്നെ നോക്കരുത്, നീ എങ്ങനെയെങ്കിലും ഇത് പാടി തീർത്തോണം, നീ നിർത്തരുത്, കാരണം നിർത്തിയ ഔട്ടായി പോവും, അതൊരു പ്രശ്നമാണ്. നിർത്തിയ പാട്ട് നിർത്തിപ്പോയി കഴിഞ്ഞു സാധനം. അപ്പോൾ ശിഖ എന്നോട്, എടി ഞാൻ എങ്ങനെ തെറ്റിച്ചാൽ നീ നോക്കണ്ട, നീ ബാക്കി എന്തെങ്കിലും പാടിക്കണം, നിന്റെ ഭാഗം നീ പാടി തീർത്തോണം, ഇതും പറഞ്ഞിട്ടാ കയറുന്നത്. ഞാൻ നോക്കുമ്പോൾ 2 അമ്മമാരും, ശിഖയുടെ അമ്മയും എൻ്റെ അമ്മയും ബാക്കിൽ നിന്നിട്ട് എൻ്റെ കർത്താവേ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥന. എന്തിന്റെ ഗുണമാണെന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥനയുടെ ആണോ എന്തിന്റെ ആണോ എന്നറിയത്തില്ല. അത് കറക്റ്റായിട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും കട്ടിയുള്ള പാട്ടല്ലേ, മറ്റേ 2 ഞൊടുങ്കു പോലത്തെ പിള്ളേർ പാടുന്നതും. അപ്പോൾ അതിന് ചേച്ചി ഊരി തന്നതാണ്. 2 പേർക്കും ഒരു സ്വർണ്ണവളം. ഇപ്പം അഞ്ജുലെ ഈ ഗായികയുടെ ഒരു കാലിബർ തിരിച്ചറിഞ്ഞത് അക്കപ്പല്ല ധീവര എന്നുള്ള പാട്ട് തന്നെയാണ്. എന്താണ് അങ്ങനെ ഒരു പരീക്ഷണം? അക്കപ്പല്ല ഞാനൊന്നും ഒട്ടും വെസ്റ്റേൺ കേൾക്കുന്ന ആളായിരുന്നില്ല പണ്ട്. ഈ വെസ്റ്റേൺ കേട്ട് തുടങ്ങിയ സമയത്ത് ഇഷ്ടപ്പെട്ടു പോയ ഒരു ബാൻഡാണ് പെന്ററ്റോണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട് പുറത്തുള്ള, അവർ അക്കപ്പല്ല മാത്രം ചെയ്യുന്ന ഒരു ബാൻഡ്. അപ്പം അവരെ കണ്ടങ്ങ് ഇഷ്ടം മൂത്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്നോർത്ത് ചെയ്യുന്ന സംഭവമാണ്. മെജോ ചേട്ടൻ അത് എനിക്ക് അക്കപ്പല്ല ആക്കി അറേഞ്ച് ചെയ്ത് തന്നത്. ഇപ്പം ഞങ്ങളും അറേഞ്ച് ചെയ്യും, കാരണം അന്ന് എനിക്ക് അതിനുള്ള ബോധമില്ല. ഇപ്പം പാട്ട് പഠിത്തവും പ്രൊഡക്ഷനും ഒക്കെ പഠിച്ചത് കൊണ്ട് അത്യാവശ്യം നമ്മളും ഹാൻഡിൽ ചെയ്ത് പോകും. അതാണ് ബേസിക്കലി. കാരണം അതിനൊരു വലിയൊരു ആ ഒരു പാട്ട് ചെയ്ത ആളും അല്ലെ, അങ്ങനെ വലിയൊരു അപ്രിസിയേഷൻ, നിങ്ങളെ വലിയ വലിയ സ്റ്റേജിലേക്ക് അത് പെർഫോം ചെയ്യാൻ വിളിക്കായിരുന്നു. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ, ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു പാട്ടിടുക അന്ന്. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഒരു 10,000 പേരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു, കാരണം കുറേ പൈസയൊക്കെ മുടക്കി ഷൂട്ട് ചെയ്ത സാധനമാണ്. പ്രൊഡ്യൂസർ അഞ്ജു ജോസഫ് എഴുതിയിട്ടുണ്ട്, ഞാൻ തന്നെ. അപ്പം അതുകൊണ്ട് അല്ല, എൻ്റെ എല്ലാ പണ്ട് പ്രൊഡ്യൂസറും ഞാൻ തന്നെ. ഞാൻ പാടി പൈസ ഉണ്ടാക്കുക, പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, പാടി പൈസ ഉണ്ടാക്കുക, പാട്ടിൽ തന്നെ ഇറക്കുക, ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചില മ്യൂസിഷ്യൻസിനെ കാണത്തില്ല, അവരുടെ ഇൻസ്ട്രുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് എൻ്റെയും സ്വഭാവം, അങ്ങനെ തന്നെയാണ്. ഇതിനു വേണ്ടി പാട്ടിൽ
പാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം ഒരു പാട്ടിലേക്ക് തന്നെ. കുറേ ശതമാനം തന്നെ പാട്ടിൽ തന്നെ കൊടുക്കും. അപ്പം അന്നങ്ങനെ ഇച്ചിരി പേരെങ്കിലും കാണണേന്ന് ഓർത്തിട്ട് ചെയ്ത സാധനമാണ്. പക്ഷെ അത് കയറി കൊളുത്തി. അവരവിടെ നിന്ന് പാടാൻ വിളിച്ചു, രാജമൗലി സാറ് വിളിച്ചു, കീരവാണി സാറ് വിളിച്ചു. അവർ ഷെയർ ചെയ്തു, റഹ്മാൻ സാർ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ അവരുടെ ഒരു വലിയ ഫിലിം ആർട്സിൽ പെർഫോം ചെയ്യാനായിട്ട് വിളിച്ചു. നമ്മൾക്കല്ലേ ഇത് മറ്റേ പൊട്ടൻ ലോട്ടറി അടിച്ച പോലൊരു സാധനമാണല്ലോ എന്നുള്ള സംഭവം അടിച്ചെങ്കിലും, പക്ഷെ ഇറ്റ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. അതുപോലെ തന്നെ കവർ സോങ്സ്, അഞ്ജുവിൻ്റെ കവർ സോങ്സ് എല്ലാം എന്താ പറയുക, നമ്മൾ ഈ 10,000 വ്യൂസിൽ കാണണേന്ന് പറഞ്ഞ ആൾക്ക് 80 ലക്ഷം വരെയൊക്കെ പോയ പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ അത്രയും ഈ കവർ സോങ്സ് ചെയ്യുമ്പം ഇപ്പം ഞാൻ വിദ്യാജിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, വിദ്യാജി അപ്പം അങ്ങനത്തെ പാട്ടുകൾ എടുത്ത് ചെയ്യുന്നതിന് അപ്പം പേരെടുത്ത് പറഞ്ഞാൽ ചിലർ അത് ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പാട്ടെടുത്ത് അങ്ങനെ മാറ്റുന്ന ഇഷ്ടമല്ല. ചിലർ പറഞ്ഞിട്ടുണ്ട് നല്ലതല്ലേ, അത് അങ്ങനെയും കൂടെ കേൾക്കാമല്ലോ. അപ്പോൾ അത് എന്ത് തോന്നുന്നു അത്രയും കവർ സോങ്സ് ചെയ്യുന്ന ഒരാൾ? അത് ഡെഫിനറ്റ്ലി അത് കമ്പോസറിൻ്റെയും ആ മ്യൂസിക് ലേബലിൻ്റെയും ലിറിസിസ്റ്റിൻ്റെയും ഒക്കെയാണ് ആ പാട്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് അത് അവരുടെ അഭിപ്രായം ഈസ് ടോട്ടലി ദെയർ അഭിപ്രായം. അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ നമ്മൾ ആളുമല്ല, കാരണം അത് അവരുടെ പാട്ടാ. അവരെന്ത് പറയുന്നോ അതാണ് എൻഡ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നാറുള്ളത്, ഞാൻ കവേഴ്സ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ചെയ്യുക. എനിക്ക് കാണാതറിയുന്ന പാട്ടുകൾ മാത്രമേ, അതായത് നമ്മൾ അത്രയും തവണ കേട്ടിട്ടുള്ള പാട്ടുകൾ മാത്രമേ ഞാൻ കവർ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് എന്താ പറയുക, എനിക്കത് ഓർക്കേണ്ടി പോലും വരരുത്. അത്രയും പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടായിരിക്കും അത്, നമ്മുടെ അകത്തുനിന്ന് വരുന്ന ഇതായിരിക്കും. അത് ആ പാട്ടിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ അതിനകത്ത് കുറച്ച് എക്സ്പെരിമെൻ്റൽ സാധനങ്ങളൊക്കെ നമ്മൾ ചിലതിനകത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുമുണ്ട് ഡോസ്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. എക്സ്പെരിമെൻ്റൽ സാധനങ്ങൾ ചെയ്തതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ്സ് ഓക്കെ, അത് അവരുടെ പാട്ടാണ്. വി വർ ട്രൈങ് ടു ഇൻ്റർപ്രറ്റ് ദാറ്റ് സോങ് ഇൻ അവർ വേ. ദാറ്റ്സ് ഓൾസോ ഓക്കെ. നമ്മൾ ഏതായാലും നമ്മൾ ചെയ്യുമ്പോൾ ലേബലിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ റൈറ്റ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. മ്യൂസിക് ലേബലിൻ്റെ അടുത്ത് നിന്ന് റൈറ്റ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീഗലി ഒന്നും ചെയ്യാനില്ല. പക്ഷെ ചില സമയത്ത് അവരുടെ പാട്ടാണ്, അവരുടെ അഭിപ്രായം ഈസ് വെരി 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 വാലിഡ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ആൾക്കാർക്ക് ആ പാട്ടിനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് എന്നുള്ളത് അഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അഞ്ജു കവർ ചെയ്യുന്നത് അഞ്ജുവിന് സ്നേഹം തോന്നുന്ന പാട്ടുകൾ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ലൈവായിട്ട് നമ്മൾ ബാൻഡിൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന പാട്ടുകളാണെങ്കിലും ഡെഫിനറ്റ്ലി ഒരു റേഞ്ച് ഓഫ് ആൾക്കാർക്ക് വേണ്ട, ഇപ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഓഡിയൻസിന് എന്താണോ വേണ്ടത്, നമ്മളെല്ലാം എൻ്റർടൈനേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളത് ആണ് എൻ്റെ ജോലി. നമ്മളിപ്പോൾ ഒരു മ്യൂസിഷ്യൻ മാത്രമായിട്ടല്ല, നമ്മൾ എൻ്റർടൈനറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് സ്റ്റേജിൽ. പണ്ടത്തെ പോലെ സിംഗർ മാത്രം എന്നുള്ള രീതിയിൽ പെർഫോമർ എന്നാണ്. അതെ, ലൈവിൽ പെർഫോമറാണ്. അപ്പോൾ സോ വി ഹാവ് ടു എൻ്റർടൈൻ ദം, വി ഹാവ് ടു ലിസൺ ടു വാട്ട് ദേ വോണ്ട് എന്നുള്ള സാധനം കേട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഹിറ്റ് നമ്പേഴ്സും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അറ്റ് ദി സെയിം ടൈം നമുക്ക് എല്ലാവർക്കും രണ്ടാമത് കേൾക്കാൻ താല്പര്യമുള്ള പാട്ടുകൾ നമ്മളെടുത്ത് ചെയ്യാറുണ്ട്. നമ്മുടെ ലൈവിനകത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഇപ്പം പറഞ്ഞല്ലോ പെർഫോമർ, ആ പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊരു ബാൻഡ്. ഇപ്പം ഗൗരീനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഗൗരിയുടേതായുണ്ട്, ഗൗരി തന്നെ പാട്ട് എഴുതും അല്ലേ. അപ്പം അങ്ങനത്തെ ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഗൗരി അതാണ് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളെ വേറൊരു രീതിയിൽ എടുക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു ബാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ചുമതലയാണല്ലേ അഞ്ജു? തീർച്ചയായിട്ടും. അതെ, കാരണം അത് നമ്മുടെ കുട്ടി എന്ന് പറയുന്ന പോലെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് അഞ്ജു സ്വന്തമായിട്ട്, എനിക്കൊരു ഇപ്പം പാട്ടുകാരി ആവണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ സ്വന്തമായി ബാൻഡ് ലീഡ് ചെയ്യുന്നു, എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? ബാൻഡിലേക്ക് വരെ കുറേ നാളായിട്ടുള്ള സ്വപ്നമാണ് ബാൻഡിലേക്ക് വരണം എന്നുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇച്ചിരി പേടിയാണ്. ഇപ്പോൾ ഈ ബാൻഡ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാവരും ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇച്ചിരി ഇമോഷൻ കൂടുതലായിരിക്കും എല്ലാവർക്കും. കാരണം നമ്മൾ അതാണല്ലോ എക്സ്പ്രസ് ചെയ്യുന്നത് പുറത്ത്. പണ്ടൊക്കെ ഞാനതിനൊരു വീക്ക്നെസ് ആയിട്ടായിരുന്നു കാണുക. പക്ഷെ ഇപ്പോൾ അതൊരു സ്ട്രെങ്ത് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവരെല്ലാവരും ഇമോഷണൽ ആൾക്കാരായിരിക്കും. എന്നെ ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോരാഞ്ഞിട്ട് പിന്നെ 4-5 ഇമോഷണൽ ആൾക്കാരെ കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ കുറേ തോട്ട്സ് എൻ്റെ തലയിലുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ലക്ലി ദർ ആർ പീപ്പിൾ ഹൂ ഇപ്പോൾ സ്വന്തം സ്വപ്നത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ. അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ മരിച്ച് പണിയെടുക്കുകയാണെന്നുള്ളത്
അണ്ടർസ്റ്റാൻഡബിൾ സാധനമാണ്. ഐ റിയലി റെസ്പെക്ട് മൈ ബാൻഡ് ബിക്കോസ് എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ദേ വർക്ക് ഹാർഡ്. ഇപ്പോൾ ഈവൻ എനിക്ക് വയ്യാത്തപ്പോൾ പോലും ദേ ടേക്കപ്പ് ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തിട്ട് ദേ വിൽ വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതൊട്ടും ചെറുതായിട്ട് കാണാവുന്ന ഒരു കാര്യമല്ല. എൻ്റെ റിയലി റെസ്പെക്ട് ഇതിനകത്ത് വായിക്കുന്ന എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ദേ വർക്ക് റിയലി ഹാർഡ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബാൻഡ് തുടങ്ങും എന്നുള്ളത്. കുറേ പേടിയുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചൊരു പരിപാടിയല്ല. ഒരു 1.5 hours 2 hours ഒറ്റയ്ക്ക് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുക. നമ്മൾ ഫീച്ചർ ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കൂടിപ്പോയാലൊരു 6 to 7 പാട്ടുകളായിരിക്കും പാടുക, മാക്സിമം 8 പാട്ടുകളായിരിക്കും പാടുക. ഇത് നമ്മൾ 15 to 20 പാട്ടുകളാണ് നമ്മൾ ഒറ്റയടിക്ക് സ്റ്റേജിൽ പാടുക. അതും നിന്നിട്ടല്ല പാടുക, പെർഫോം ചെയ്തിട്ടായിരിക്കും പാടുക. സോ ഇതൊക്കെ തലയിൽ കൂടെ ഓടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുമോ, എനിക്ക് എന്നെ തന്നെ സംശയമായിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ ഇവരെല്ലാവരും കൂടെ എനിക്ക് കോൺഫിഡൻസ് തന്നു. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓക്കെ ഫൈൻ, അതാണ് രസമുള്ള പരിപാടി എന്ന് മനസ്സിലായി. കാരണം നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. അതുപോലെ ലൈവ് ഷോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും റിസ്ക് ഉള്ളൊരു അല്ലേ പരിപാടിയും കൂടെയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ നമുക്ക് ഈ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പം തന്നെ ആ റെസ്പോൺസ് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് സാധാരണ ആൾക്കാരോട് സിംഗേഴ്സിനോട് റെക്കോർഡിങ്സ് ആണോ ഇതാണോ ഇഷ്ടം, ലൈവ് ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ ഈസിലി പറയും എനിക്ക് ലൈവ് ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം ഐ എൻജോയ്, എനിക്ക് അതിനകത്തുനിന്ന് ഒരു ഹൈ കിട്ടുന്നുണ്ട് ഈ ലൈവ് പെർഫോമൻസിനകത്തുനിന്ന്. എനിക്ക് പെർഫോം ചെയ്യാനായിട്ടാണ് ഇഷ്ടം. എന്ന് വരെ ഒച്ചയുണ്ടോ അന്ന് വരെ പെർഫോം ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐ റിയലി എൻജോയ് ഡൂയിങ് ദാറ്റ്. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചിട്ട് നമ്മൾ മാറ്റി ചെയ്യുക എന്നുള്ളത് നടക്കുള്ളൂ.